ഇന്ന് കുറച്ച് നല്ല ഫ്രഷ് കക്കയിറച്ചി കിട്ടും കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ കക്കയിറച്ചി നല്ല ഫ്രഷ് എപ്പോഴും കിട്ടും. കാരണം കായലും തോടും ഒക്കെ ഉള്ള സ്ഥലമാണ്. തൃക്കുന്നപ്പുഴ എന്ന് പറയും. ഹരിപ്പാടിനടുത്തുള്ള തൃക്കുന്നപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ വീട്. അപ്പോൾ നല്ല ഫ്രഷ് കക്കയിറച്ചി വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കൊണ്ടുവരും. അപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങനെ കൊണ്ടുവന്ന് വാങ്ങിച്ച കക്കയിറച്ചിയാണ്. പക്ഷെ നമ്മൾ നന്നായിട്ട് ഈ കക്കയിറച്ചി ക്ലീൻ ചെയ്ത് ഒരുപാട് പ്രാവശ്യം എടുക്കണം. കാരണം അതിൽ കല്ലും മണ്ണും ഒക്കെ കാണും. അങ്ങനെ ക്ലീൻ ചെയ്ത് എടുത്തിട്ട് നമ്മൾ ഒരു കുക്കറിൻ്റെ അകത്തിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് വേവിക്കാൻ വെക്കുക. ഒരു 3-4 പ്രാവശ്യം ഫിസിലടിച്ച ശേഷമേ എടുക്കാവുള്ളൂ. പിന്നെ ഇത് ഞാൻ എളുപ്പം ഉണ്ടാക്കുന്ന കക്കയിറച്ചിയുടെ റെസിപ്പിയാണ്. 4 സവാള, പച്ചമുളക്, ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് വെച്ച ശേഷം ഒരു ചീനിച്ചട്ടി എടുത്ത് അതിൻ്റെ അകത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. കറിവേപ്പില നമ്മുടെ മസ്റ്റാണല്ലോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചത് ചൂടാകുമ്പോഴത്തേക്കും കടുകിട്ട് പൊട്ടിക്കണം. നമുക്ക് 2 രീതി കക്കയിറച്ചി വെക്കാം. ഇത് എളുപ്പം വെക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് സവാള അതിൻ്റെ അകത്തിട്ട്, സവാളയും കൊച്ചുള്ളി ഇടാൻ കേട്ടോ. കൊച്ചുള്ളി ഇട്ട് ടേസ്റ്റ് കുറച്ചുകൂടെ കൂടി. ഇപ്പം ഞാൻ സവാള എളുപ്പത്തിന് വേണ്ടി ഇടുന്നു. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. നല്ലപോലെ വരണ്ട് വരും. ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഗരം മസാലപ്പൊടി ചേർക്കുക. നമുക്ക് വീട്ടിൽ പൊടിച്ച് വെച്ച് ഉപയോഗിക്കുന്നതാണെങ്കിൽ അത് അത്രയും നല്ലത്. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് ഉപയോഗിക്കുന്നത്. ഗരം മസാല ഇട്ട ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇടുക. മുളക് പൊടി കുറച്ച് നല്ല എരിവ് ഒരു നിറമൊക്കെ വരാനായിട്ട് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം വെന്ത് റെഡിയായിട്ടുള്ള ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കക്കയിറച്ചി കുക്കറിൽ എന്തായാലും നമുക്ക് നോക്കാം. കുക്കറിൽ ഇതാ വെന്തിരിക്കുക കക്കയിറച്ചി കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഉണ്ട്. ആ വെള്ളം അതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ആ വെള്ളത്തോട് കൂടി ഇതിൻ്റെ അകത്ത് ഒഴിക്കുക. ചീനിച്ചട്ടിക്കകത്ത് ഒഴിച്ചിട്ട് നന്നായിട്ട് ചെറിയ തീയിൽ ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ. നോക്കിയ ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കിയൊക്കെ കൊടുത്തു. അപ്പോൾ പിന്നെ കറിവേപ്പില നമ്മളിട്ട് കറിവേപ്പില ഇട്ട ശേഷം പിന്നെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതിൽ മസാലയൊക്കെ പിടിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷം കുറച്ച് സമയം മൂടി വെക്കുക. ഇത്രയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇത്രയും ചെയ്തപ്പോഴേക്കും നല്ല ദാഹമൊക്കെ തോന്നി. ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. കുറേ സമയം ഞാൻ ഈ ഇരിപ്പ് നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് വെന്തൊരു കക്കയിറച്ചി ഞാൻ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. കുഴപ്പമില്ല കേട്ടോ. എന്നാലും വലിയ കുഴപ്പമില്ല. അപ്പോഴാണ് ഞാൻ തേങ്ങാക്കൊത്തിടാൻ മറന്നുപോയ കാര്യം ഓർത്തത്. എൻ്റെ ഹസ്ബൻഡിന് തേങ്ങാക്കൊത്തിട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. പുള്ളിക്ക് എല്ലാ കറികളിലും തേങ്ങാക്കൊത്ത് ഇട്ടേ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ രണ്ടാമത് വെളിച്ചെണ്ണയ്ക്കകത്ത് തേങ്ങാക്കൊത്ത് മൂപ്പിച്ച് അതിൻ്റെ അകത്തിട്ട് എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്തു. അപ്പം എന്താണ്ടേ നമ്മുടെ കക്കയിറച്ചി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ വരണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ലപോലെ വരണ്ട്. ഇനി നന്നായിട്ട് അത് കഴിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ബൈ.